മോബ്സ്റ്റർ വെற்றி കഴക എന്റെ പാർട്ടി. ബോബ് സ്റ്റാർ വെട്രി കഴപ്പനോ? ഇവിടെ JJP ഉണ്ടല്ലോ, ജോക്കി ജനതാ പാർട്ടി. ഓ ജോക്കർ ജനതാ പാർട്ടി. ജോക്കർ ജനതാ പാർട്ടി അതൊക്കെ 8 പൊട്ടില്ലേ ബോബേ വീട്ടിൽ ബോബ്സ്റ്റർ കണ്ട ഇതാണ് ചെറുക്കൻ ഇതാണ് ഓൺ ഫയർ ആണ് ആക്ച്വലി. എടാ നിനക്കൊക്കെ എന്തുവാടാ ഒന്ന് മേലണെങ്കിൽ പണിയെടുത്ത നിന്റെ പാർട്ടി വേങ്കർ ബോബിനോടും കൂടെ. ബോബേ വേറെ വണ്ടി എടുത്തു. എന്താണിത്? എടാ വണ്ടി ഇറങ്ങടാ ബോബേ. ഈ വണ്ടി കയറ് വാ. ആ വണ്ടി വേണ്ട, ഈ വണ്ടി കയറ്. നമുക്ക് ആംബുലൻസിൽ പോയായിരുന്നു. പിന്നെ ബോബെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു. നിന്നെ കുറിച്ച് എല്ലാരും ജമാല് വിളിച്ചിട്ട് പറയുന്ന, മറ്റേതും വിളിച്ചിട്ട് പറയുന്ന, UK ടോം വിളിച്ചിട്ട് പറയുന്ന എന്താണ് പരിപാടി? ഞാനാണോ? ഞാൻ അന്നൊരു സിറ്റി വന്നപ്പോ EVX ഇല്ലേ? ഒരു മിനിറ്റ് ഡ്രസ് ഇടാം. മാമ പിങ്ക് മതി കേട്ടോ, മാമ പിങ്ക് മതിയേ. താനും പിങ്ക് ആക്കേ. ബ്ലാക്ക് ആക്കിയോ? സ്പെഷ്യൽ പെർമിഷൻ എടുത്തു. ജോക്കി ബ്ലാക്ക് ആക്കിയോ? ഇപ്പൊ പിങ്ക് അല്ലേ? നമുക്ക് രണ്ടിലും ബ്ലാക്കും ബോബിന് പിങ്ക്. നീ പിങ്ക് ഇടും. ഇത് സർവീസാ, പബ്ലിക് സർവീസ് ആണ്. അത് കണക്കാ. പാർട്ടിയെ കുറിച്ചുള്ള കാര്യം കേറിട്ട് പറയണേ. ഇതെന്തുവാടാ BCs ഇടോ? ഇത് BCs ഇടായിരുന്നു. കൊരുത്തനല്ലോ കയറി. വേണ്ട സിറ്റിസൺ ആണ്. തൂക്കി പറിച്ചോണ്ട് പോവേ. ഗ്യാങ്ങിന് പോലും ചോദിക്കാൻ പറയാൻ പറ്റത്തില്ലേ? നമ്മളോടൊപ്പം തൊടത്തില്ല, വേറെ കാര്യം. ഇനി ഒന്ന് പറഞ്ഞാണ് പോവേ. ഇനി ഹോസ്പിറ്റലിൽ പോണോ? ഇയാൾ എന്തു മാപ്പിള ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെറുക്കനെ പിടിച്ച് കമ്മ്യൂണിറ്റി സർവീസ് വിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ചുമ്മാ ഇങ്ങനെ സമയം കളയില്ല കേട്ടോ. അയാള് ഡ്യൂട്ടി എടുക്കും, കാരണം ഗായത്രി ഉണ്ടായിരുന്നല്ലോ. ഇയാളെ കണക്കൊരു മുതുകോഴി. പിന്നെ ഇവിടെ കാറിന്റെ ഡോറൊക്കെ പറഞ്ഞു പോയ കേട്ടോ. ഇയാള് സാബ്കുരി ഗിഫ്റ്റ് ചെയ്താന്ന് ഇത്. അല്ല സംഭാവനയായിട്ട് വല്ല തന്ന കാറ് വന്നോന്നേ. കാരണം അയാള് തരുന്ന കാറിനൊന്നും ഡോറില്ല. അവിടെ പോയിട്ട് ഓൺ ഡ്യൂട്ടി. കാണിക്കുന്നുണ്ട്. പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ അങ്ങ് ആയില്ലേ? അത് കേറിട്ട് എന്തോ കാണിക്കാനാ. റേഡിയോ നമ്പർ വണ്ടിയുടെ ഡോറൊക്കെ പറഞ്ഞു പോയായിരുന്നു. കേറി. ഇതെന്തൊരു കഷ്ടം. മാപ്പിള സാറേ, പുള്ളിക്ക് എന്തുവാ ബോബേ നിന്റെ പ്രശ്നം? ഡ്യൂട്ടി ഇടാ ബോബേ. ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി ബോബേ. വില കൂടിയതെന്ന് തോന്നുന്നു കിടക്കം കണ്ടിട്ട്. എടാ ബോബേ, നീ എന്തൊക്കെ അതിൽ തൂക്കി എടുത്തിട്ടാലും ഞാൻ കൊണ്ടുപോകും. സോ നിന്റെ അഭിനയമൊക്കെ നിർത്ത്. വാ ഡ്യൂട്ടി ഇട്. മേലനങ്ങി ഒരു പണിയും ചെയ്യാതെ വെള്ള ഷർട്ടും മുണ്ടും എടുത്തോണ്ട് വന്നൊരു പാർട്ടിയും തുടങ്ങി. ഓൾട്ട് നെക്കിയിട്ട് എന്റെ പൊന്ന മാപ്പിള, ഇതൊക്കെ ആര് മാപ്പിള? ഓജസ് ഗജീന്ദ്രൻ, ഗാന്ധി മഹാൻ ഹെലി, ബ്ലേഡ് ഷാജി, ആകെപ്പടന്ന് വായിക്കാൻ കൊള്ളുന്നൊരു പേര് രാമു. ഒരുമിച്ചാണ് വർക്കിന് പോകുന്നത്. റേഡിയോ 2 വണ്ടി അടിച്ചോണി. യൂസർ 15 പേര് മാറ്റാൻ പറയാം മാപ്പിള സാറേ. മറ്റേ ബോബ്
ഇവനെ തന്നെ എനിക്ക് താങ്ങാൻ പറ്റും. ഇനി മന്ദാരത്തിനും കൂടെ വിളിച്ച് വണ്ടിക്കകത്തിരുത്തി കഴിഞ്ഞാൽ 3 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ, 4 പേർക്ക് പോകാൻ പറ്റത്തുള്ളൂ, 3 പേർക്കേ പോകാൻ പറ്റത്തുള്ളൂ. മറ്റേ കളർ ഒന്ന് വൈറ്റ് ആക്കണം. ജോക്കി റേഡിയോയുടെ കളർ ഒന്ന് വൈറ്റ് ആക്കണേ. മറ്റേ അനൗൺസ്മെന്റ് ഒന്ന് റേഡിയോയുടെ കളർ വൈറ്റ് ആക്കാം. റേഡിയോയുടെ മറ്റേ ബോബെ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. BVK ഇത് വേറെ റേഡിയോ. എന്റെ പൊന്നു ബോബ എന്ത് പോയി കാണിക്കുന്നേ ബോബെ? BVK അതെന്തോന്ന് BVK? ബോബ് സ്റ്റാർ വെற்றி കഴകം എന്റെ പാർട്ടി. ബോബ് സ്റ്റാർ വെற்றி കഴപ്പനോ? ഇവിടെ JJP ഉണ്ടല്ലോ, ജോക്കി ജനതാ പാർട്ടി. ഓ ജോക്കർ ജനതാ പാർട്ടി. ജോക്കർ ജനതാ പാർട്ടി. അതൊക്കെ 8 പൊട്ടില്ലേ ബോബേ നിന്നെ ഞാനൊരു എതിരാളിയായിട്ട് കണ്ടിട്ടില്ല, മനസ്സിലായോ? ജോക്കി ഇത് എതിർ സ്ഥാനാർത്ഥിയാണോ? ഓ അതെ നമ്മുടെ സഹോദര സ്നേഹം കൊടുത്തപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ കാണണോ ഇനിയും? പിന്നെ ഞാൻ പിന്തുണയായിരുന്നു. പിന്തുണയാണ് മനസ്സിലായോ? മറ്റേ ആ സീറ്റ് ഇല്ലാതെ മറ്റേ എടാ മറ്റേ സത്യപ്രതിജ്ഞയുടെ ഒന്ന് പറഞ്ഞേടാ. തക്കടി വീട്ടിൽ ബോബ് സ്റ്റാർ കണ്ട ഇതാണ് ചെറുക്കൻ ഇതാണ് ഓൺ ഫയർ ആണ് ആക്ച്വലി. അല്ല അങ്ങനെയാണെങ്കിൽ നിക്കട്ടെ ജോക്കി, സ്പ്ലിറ്റ് ആയിട്ടേ ഞാൻ എന്തൊരു മൈൻഡ് എന്താണ് ബോബേ നിനക്ക് ഏത് പദവിയാണ് ബോബേ നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് മേയർ ആവാൻ ഒരു താല്പര്യമില്ല. ആഭ്യന്തരം. ഇത് പാർട്ടി രൂപപ്പെട്ട ഒരു കഥയൊന്ന് പറയാമോ ബോബേ നീ? ഞാനേട്ടാ കഴിഞ്ഞ 3 days ആയിട്ട് സിറ്റിയില് പാവങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്നേ. അല്ല കഥ പറയുമ്പോ അങ്ങനത്തെ ഒരു ഫ്ലോ ഉണ്ടല്ലോ. എടോ നമ്മൾ ജോലി എടുക്കാനാണോ ഇത്? പോകുന്ന വഴിയിൽ ബോഡിയും എടുക്കാം. ഇതെന്തോടെ ഇസഡിനൊക്കെ റെസ്പോണ്ട് ആവാത്തെ? ബോബെ നമ്മുടെ ഈ മാപ്പിനകത്ത് കാണുന്ന ചുവന്ന കുരിശുകൾ കണ്ടോ? ചേട്ടാ ഇത് കുറച്ച് നാളായിട്ടാ ഓൾറെഡി തുടങ്ങിട്ട്. എന്നിട്ട് ആരൊക്കെ ഉണ്ട് ഇപ്പൊ പാർട്ടിയില് സംഘാടകർ എന്നുള്ളേക്ക്? എന്റെ ഒരു അറിവില് എനിക്കൊരു മീഡിയ ടീം തന്നെ ഉണ്ട് എന്റെ കൂടെ. മീഡിയ ടീമിന്റെ പേരെന്താ? ഭാസ്കർ. ഭാസ്കറിന്റെ എന്റെ റൈറ്റ് ഹാൻഡാ. ആറ്റുകാൽ ഭാസ്കർ അല്ലേ മറ്റേ ഊശാന്താടിയുള്ള ഒരുത്തൻ? ഭാസ്കറിനെയൊക്കെ ഞാൻ പൊക്കിന്നല്ലേ? ഒരു മിനിറ്റ്. അല്ല ബോബേ ന്യൂസ് ടീം മൊത്തം നമ്മുടെയാ. ന്യൂസ് ടീം മൊത്തം നമ്മുടെ ന്യൂസ് ചാനലേ നമ്മുടെ ഹെഡിലിരിക്കുന്ന ജോർജിന എല്ലാം നമ്മുടെ. ആറ്റുകാൽ ഭാസ്കറിനെ പൊക്കി. നിങ്ങൾ ആരെങ്കിലും റേഡിയോ പറഞ്ഞു അറ്റൻഡിംഗ് 1010 അറ്റൻഡിംഗ് 1010. ഇത് ഈ ഫ്രണ്ടിൽ കാണുന്നതാണോ 1010? ഈ റേഡിയോയിലുള്ള ഇത് അന്നൊരു കാര്യം അറിയണോ? എടാ ബോട്രിക്സ് ഒന്ന് നിർത്തടാ. പോകട്ടെ. കന്നിപ്പൊക്കൽ ഓൾട്ട് നെക്കിയിട്ട് മറ്റേ റിവൈവ് 8 റിവൈവ്. ഇനി കിട്ടും സാധനം തന്നല്ലോ പുള്ളിക്കാരൻ തരുമ്പോ അത് റിവൈവ് ആവും. അയ്യോ സോറി ടീമേറ്റ്, സോറി ഗാന്ധി. എടാ നീ അയാളെയാണ് പിടിക്കുന്നത്, അയാള് നിന്നെയല്ല പിടിക്കുന്നേ. നന്ദി രേഖപ്പെടുത്തണം. പിന്നെ ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മളെയൊക്കെ ഒന്ന് വോട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മെ ചിഹ്നം ബോബെ BVKയുടെ ചിഹ്നം എന്തുവാടാ? കൊടിയൊക്കെ വരുന്നേ ഉള്ളൂ. ഒരു മിനിറ്റ് ബ്രോ, ഇപ്പൊ പൊക്കിയപ്പോ എത്ര രൂപ പിടിച്ചു ബ്രോയുടെ പൈസ? 6 സംതിങ്. നമ്മളൊരു പുതിയ പാർട്ടി വരുന്നുണ്ട് ബ്രോ. 30,000 രൂപയ്ക്ക് ഇനി ഒരു പാവപ്പെട്ടവനും ഇനി മരിക്കാൻ പാടില്ല. പാവങ്ങൾക്ക് ചാവണ്ടേ ബ്രോ? ഇപ്പൊ ഇവിടെ പാവങ്ങൾക്ക് ചാവണ്ടേ? ബോബെ മതി. ഫ്രീ തരാം, ഫ്രീ ഹീലൊക്കെ തരാം. കിട്ടിയേ എടാ ഇതിനകത്ത് കേറിയിട്ട് ഈ ഫ്രീ ഹീലൊക്കെ എന്തുവാ ബോബെ നീ കാണിക്കുന്നേ? ബോബെ നിന്റെ മാനിഫെസ്റ്റോ എന്താണ് ബോബെ? BVKയുടെ മാനിഫെസ്റ്റോ ആണ് ചേട്ടാ യൂത്തിനെ അങ്ങ് ഇളക്കിയത്. കാര്യം ഞാൻ പറയാലോ, യൂത്ത് ഇപ്പൊ ഇളകി നിൽക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഫ്രീ മദ്യം, സ്ത്രീകൾക്ക് ഫ്രീ മദ്യം, പുരുഷന്മാർക്ക് പമ്പിൽ എണ്ണ ഫ്രീ.
അപ്പൊ പിന്നെ പമ്പിന് ബിസിനസ് എങ്ങനെ നടക്കും? എക്കണോമി എങ്ങനെ മാനേജ് ചെയ്യും ബോബെ? ചേട്ടാ ഒരു പമ്പ് അത് ആ അവിടെയാണ് സാബ് തൂങ്ങുമല്ലോ. സാബ് തൂങ്ങണല്ലോ ബ്രോ, അവിടെയാണ് എന്റെ കളി, എന്റെ ബ്രെയിൻ അവിടെയാണ് വർക്ക്. പറഞ്ഞു സിറ്റിയിലെ എല്ലാ പമ്പിലും നമ്മൾ ഫ്രീ കൊടുക്കുന്നില്ല, ഒരു പമ്പിൽ ഫ്രീ. ആ പമ്പിൽ മാത്രമേ ആള് പോത്തുള്ളൂ. അപ്പൊ ഇല്ലില്ല, അവിടെ എപ്പോഴും തിരക്കായതുകൊണ്ട് അവിടെ ആൾക്കാർ കുറെ. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കുന്നത്. അതെടുക്കില്ല. ഞാൻ എടുത്തുപോയി. ഇനി എടുത്തു കാര്യം പറഞ്ഞു. എന്നിട്ട് മനസ്സിലല്ലേ? ഇനി അടുത്തത് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓരോ റേഷൻ കാർഡിനും 3 കിലോ ജോയിന്റ് വെച്ച് റേഷൻ കാർഡ് 3 kg. യൂത്ത് കയ്യിലായി, മനസ്സിലായി. അതെ കയ്യിലായി. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു സാധനം, 3 ലക്ഷം രൂപ എന്തിനാണ് ഒരു റിവൈവിന്? അതങ്ങ് മാറ്റി 30,000 രൂപ തുച്ഛമായ വില. നല്ല മാനിഫെസ്റ്റോ വേണം. ജോലിക്ക് കയറത്തില്ല, അവര് സമരത്തിന് ഇറങ്ങും. ഇത് കൊറേ പ്രശ്നമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, ഇതെന്താണെന്നറിയാവോ? ഇത് മേയർ എന്ന രീതിക്ക് ഞാൻ ജയിച്ചോളാം, ഇവനെ ഞാൻ നടത്തിക്കോളാം. ബോബിന് ഏതായിരുന്നു സ്ഥാനം വേണ്ടേ? ആഭ്യന്തരം. ചേട്ടാ ഞാൻ നോക്കുന്നത് സെൻട്രലാണ്. അത് തരാം. ആഭ്യന്തരം എന്ന് പറയുമ്പോൾ ബോംബിന്റെ അടിയിലായിരിക്കും ഭരത് സാർ. അതെ, ഒന്ന് ആലോചിച്ച് നോക്ക് ബോബെ. ഈ ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞ് ഞാനും നീയും ജയിച്ച്, ഇപ്പൊ ഞാൻ ജയിച്ചില്ലെങ്കിൽ തന്നെ നിന്റെ പാർട്ടിയിലെ വോട്ട് എന്റെ പാർട്ടിയിലെ വോട്ട് വന്നു കഴിഞ്ഞ് ഞാൻ മേയറായെന്ന് വെച്ചോ. നിനക്കൊരു ആഭ്യന്തരം തന്നു കഴിഞ്ഞാൽ ഭരത് സാറൊക്കെ നിന്റെ അണ്ടറിലാണ്. അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം എന്റെ അണ്ടറിൽ. ഓ, എല്ലാം, ഫിനാൻസ്, പോലീസ്, എല്ലാം. ചേട്ടാ ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ അധികാരമോഹിയല്ല. പിന്നെ ചാണ്ടി ഗവൺമെന്റ് അവസ്ഥ. സോറി, അല്ല പിന്നെ ഞാനൊരു അധികാരമോഹി അല്ല. പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നമ്മള് കേറണ്ടേ? ജനങ്ങൾ ബോബെ, നീ ഗ്യാങ്